യാച്ചു, അമൽ ശബ്ദം കൂട്ടി വിളിച്ചു. ഒച്ച വയ്ക്കാതെ ഡോർ തുറക്ക്. യാഷ് പതിയെ പറഞ്ഞതും അമലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. അവൻ ചവിട്ടിത്തുള്ളി ഡോർ തുറന്നു. യാഷ് അമലിനെ ഒന്നെളിച്ച് കാണിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. പുറകെ അമലും. യാഷ് വൈകിയെ ബെഡിൽ കിടത്തി ബ്ലാങ്കറ്റ് എടുത്ത് പുതപ്പിച്ചു. അപ്പോഴാണ് പുറകിൽ ഒരു അനക്കം കേട്ടത്. അമൽ പുറകിലുള്ളത് അറിഞ്ഞതും യാഷ് വൈകിയുടെ തലയിൽ പതിയെ തലോടി. ഇത് കണ്ട അമൽ ദേഷ്യത്തോടെ അവിടെ നിന്നും ഹാളിലേക്ക് പോയി സോഫയിലിരുന്നു. അത് കണ്ട യാഷിന് ചിരി വന്നെങ്കിലും കടിച്ചു പിടിച്ചു. വൈകിയെ നോക്കിക്കൊണ്ട് അവൻ ആ റൂമിന് വെളിയിലിറങ്ങി. ഹാളിൽ വന്ന് നോക്കുമ്പോൾ കാണുന്നത് ദേഷ്യത്തോടെ ഇരിക്കുന്ന അമലിനെയാണ്. അമലിനെ നോക്കിക്കൊണ്ട് യാഷ് കിച്ചണിലേക്ക് നടന്നു. യാഷ് അമലിൻ്റെ അടുത്ത് വരാതെ കിച്ചണിലേക്ക് പോകുന്നത് കണ്ട് അവിടെയുള്ള പില്ലെടുത്ത് അമൽ ദേഷ്യം കൊണ്ട് ഒരു ഈറ് വെച്ച് കൊടുത്തു. കുറച്ചു കഴിഞ്ഞതും യാഷ് 2 കപ്പ് ചായയും കൊണ്ട് ആളിൽ അമലിൻ്റെ എതിർവശത്തായിരുന്നു. ഒരെണ്ണം അവൻ നേരെ നീട്ടി. അമൽ അതിൽ നോക്കിക്കൊണ്ട് മുഖം തിരിച്ചു. യാഷ് ചായ കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് അവൻ്റെ ചായ കുടിക്കാൻ തുടങ്ങി. ലാപ്ടോപ്പ് എടുത്ത് നാളത്തെ വർക്ക് നോക്കിയിരുന്നു. എന്നാൽ യാഷിൻ്റെ പ്രവൃത്തിക്കാണെ അമലെ ദേഷ്യം മൂർത്താവിലെത്തി നിന്നു. യാച്ചു! ലാപ്പിലൊന്നും കണ്ണുകളെടുക്കാതെ തന്നെ യാഷ് മൂളി. യാച്ചു എവിടെയായിരുന്നു? ഞാൻ എത്ര നേരം വിളിച്ചു? ഓ, വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലായിരുന്നു. യാഷ് പറഞ്ഞുകൊണ്ട് ലാപ്പ് മടക്കി വെച്ചു. യാച്ചു എന്തിനാ അവളെ എടുത്തുകൊണ്ട് വന്നത്? അവൾക്ക് നടക്കാൻ കാലില്ലേ? ഞാൻ അവളെ എടുത്തുകൊണ്ട് നിനക്ക് അവളെ അടിക്കാൻ വല്ല പ്ലാനുണ്ടോ? യാഷ് അത് പറഞ്ഞതും അമൽ ചെറുതായൊന്ന് പരിങ്ങി. അവൻ്റെ മുഖത്തെ ഭാവം അപ്പോൾ നന്നായി കണ്ടിരുന്നു. ഞാനെന്തിനാ അവളെ അടിക്കുന്നേ? യാച്ചു അവളെ പെട്ടെന്ന് ഒഴിവാക്കുമല്ലോ. നീ അവളോട് ചെയ്തത് ഞാൻ അറിഞ്ഞു. അവളെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിൻ്റെ അടുത്ത് നിന്തേലും ഉണ്ടായ? ഇല്ല യാച്ചു, പക്ഷെ പെട്ടെന്ന് അവളെ ഒഴിവാക്കണം. അധികം അവളുമായി ഇടപെടരുത്. നിൻ്റെ മേലെ എനിക്കാണ് അവകാശം. നോ യാച്ചു, അവളെ അത്ര പെട്ടെന്ന് ഒഴിവാക്കാൻ പറ്റില്ല. പിന്നെ നീ പറഞ്ഞ അവകാശം അതിപ്പോൾ നിന്നേക്കാൾ കൂടുതൽ വൈകിക്കുണ്ട്. യാച്ചു, വാട്ട് ആർ യു സേയിങ്? ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? എങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഷീസ് മൈ വൈഫ്. നിന്നെക്കാളും എന്നിൽ അധികാരമുള്ളവൾ. നോ യാച്ചു, നീ എൻ്റെയാ. അവൾ നമ്മുടെ ഇടയിൽ വേണ്ട. ഇപ്പോൾ തന്നെ പറഞ്ഞു വിടണം. അമൽ യാഷിൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് അവൻ്റെ കയ്യിൽ പിടിച്ച് പറഞ്ഞു. നോക്കമൽ, അവളൊരു പെണ്ണാണ്. പോരാത്തതിനും ഞാൻ താലി ചാർത്തിയ പെണ്ണ്. ആദ്യ രാത്രി എൻ്റെ സ്വന്തം ഭർത്താവിൻ്റെ സ്നേഹം കുതിച്ചു വന്ന അവളോട് ഞാൻ പറഞ്ഞ നമ്മുടെ റിലേഷനെ പറ്റിയാണ്. അന്ന് ആ പാവം പെണ്ണ് കുറേ കരഞ്ഞു. ഇനി ഞാൻ കാരണം അവൾ കരയാൻ പാടില്ല. നീ ഒരു കാര്യം അവർക്ക് നല്ലതായിരിക്കും. അവൾ സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ജീവിതം തുടങ്ങൂ. അവൾക്ക് വേണ്ടി നമ്മളെന്തിനാണ് നമ്മുടെ ലൈഫ് കളയുന്നത്? അമൽ പറഞ്ഞ് യാഷൊന്ന് ചിരിച്ചു. അവൾ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് നീ നിൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അമൽ, ഒരു പെണ്ണിൻ്റെ ജീവിതത്തെപ്പറ്റി നീ ആലോചിക്കുന്നില്ല. ഞാനെന്തിനാ അവളെക്കുറിച്ച് ആലോചിക്കണം? നീയും വൈകിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. യാഷ് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റു. ബാൽക്കണിയിലേക്ക് നടന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്കി നിൽക്കുമ്പോൾ യാഷിൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. അമൽ യാഷിൻ്റെ അരികിലേക്ക് വന്ന് അവനെ പുറകിലൂടെ പുണർന്നു. അമലിൻ്റെ മുഖം യാഷിൻ്റെ പുറത്ത് ചേർത്ത് വെച്ചു. അമലിൻ്റെ സ്പർശനം യാഷിന് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. യാച്ചു, എനിക്ക് നീയില്ലാതെ ഒരു നിമിഷം പോലും പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ. അമൽ പറഞ്ഞതും യാഷ് ഒന്ന് നിശ്വസിച്ചു. അവൻ്റെ കൈകൾ വിടിയിപ്പിച്ചുകൊണ്ട് അമലിനെ അവൻ്റെ മുന്നിലേക്ക് നിർത്തി. എനിക്കറിയാമൽ, പക്ഷേ നമ്മുടെ ജീവിതം തുടങ്ങാൻ ഇനിയും സമയം വേണം. എന്തായാലും നീ ഇപ്പോൾ പോകാൻ നോക്ക്. യാഷിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അമലിന് പുച്ഛമാണ് തോന്നിയത്. എന്തൊക്കെയോ മനസ്സിൽ കരുതിക്കൊണ്ട് അമൽ തലയാട്ടി. യാഷ് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും അമൽ അവനെ പിടിച്ചു വെച്ചു. എന്താ? യാഷ് ഗൗരവത്തോട് ചോദിച്ചതും അമൽ ചിരിച്ചുകൊണ്ട് യാഷിൻ്റെ മുഖം കൈക്കുമ്പിളിലാക്കി. യാഷ് അവൻ നെറ്റി ചുളിച്ചു നോക്കി. ഐ വാണ്ട് എ കിസ്. അമൽ അവൻ്റെ ചുണ്ടുകൾ നോട്ടം പതിപ്പിച്ചുകൊണ്ട് ആർദ്രമായി ചോദിച്ചു. വാട്ട്? ദേഷ്യം വന്നപ്പോൾ യാഷ് ശബ്ദത്തിൽ പറഞ്ഞു. പ്ലീസ് യാച്ചു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഇമാതിരി വർത്താനം കൊണ്ട് എൻ്റെ അടുത്ത് വരരുതെന്ന്. ആദ്യമായിട്ടാലോ, പ്ലീസ്. ദേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാതെ പോകാൻ നോക്കുന്നുണ്ട് നീ. യാഷ് അമലിൻ്റെ കൈ തട്ടി മാറ്റി നടക്കാൻ തുടങ്ങിയതും അമൽ യാഷിനെയും കൊണ്ട് ബാൽക്കണിയിലിട്ടിരുന്ന സോഫയിലേക്ക് മറിഞ്ഞു. പെട്ടെന്ന് അങ്ങനെ ഒരു നീക്കം പ്രതീക്ഷിക്കാത്തതിനാൽ യാഷിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അമൽ യാഷിൻ്റെ മുകളിലായി സ്ഥാനം പിടിച്ചിരുന്നു. എണീക്കാൻ നോക്കുന്നുണ്ടെങ്കിലും യാഷിന് അതിന് കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയം അമലിൻ്റെ കൈ അവൻ്റെ നെഞ്ചിൽ ഒഴിഞ്ഞു നടന്നു. യാഷ് ദേഷ്യത്തോടെ അമലിനെ നോക്കിയതും അമൽ ഒരു ചിരിയോടെ യാഷിൻ്റെ ചുണ്ടിൽ നോക്കി നിന്നു. ഈ സമയം യാഷ് എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അമലിൻ്റെ ചുണ്ടുകൾ യാഷിൻ്റെ ചുണ്ടുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട്
യാഷിലേക്ക് മുഖം അടുപ്പിച്ചു. എന്നാൽ യാഷ് അവൻ്റെ നീക്കങ്ങളൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അമൽ യാഷിൻ്റെ ചുണ്ടുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവയെ സ്വന്തമാക്കാൻ കൂടുതൽ യാഷിലേക്ക് പറ്റിച്ചേർന്ന് നിന്നു. യാഷേട്ടാ. ഇരുവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അമലിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് നിറഞ്ഞു. വൈകിയുടെ മുഖം കണ്ടതും യാഷിന് എന്തോ ഒരു വല്ലായ്മ തോന്നി. അങ്ങനെ ഒരു അവസ്ഥയിൽ യാഷിനെയും അമലിനെയും കണ്ടപ്പോൾ വൈകിക്ക് എന്തെന്നില്ലാത്ത ഒരു സങ്കടം തോന്നി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് മറിക്കാൻ എന്നോണം അവൾ അവർക്കൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് തിരിഞ്ഞു നടന്നു. എന്നാൽ ഒഴുകിയിറങ്ങാൻ നിൽക്കുന്ന കണ്ണീരിനെ അവൾക്ക് തടയാൻ കഴിയുന്നില്ലായിരുന്നു. കണ്ണുനീരിനെ പുറം കൈയാൽ തുടച്ചുകൊണ്ടവൾ മുറിയിലേക്ക് പോയി. ഈ സമയം യാഷ് അമലിനെ തള്ളി മാറ്റി വൈകി പോയ വഴിയെ നോക്കി. പിന്നെ അമലിനെ ദേഷ്യത്തോടെ നോക്കി. ഒരു നിമിഷം പോലും ഇവിടെ നീ നിൽക്കാൻ പാടില്ല. ഇപ്പൊ തന്നെ പൊക്കോണം. യാച്ചു, ഞാൻ ഒരക്ഷരം മിണ്ടിപ്പോകരുത്. മര്യാദയ്ക്ക് പോവാനാ പറഞ്ഞ്. യാഷ് ദേഷ്യത്തോടെ പറഞ്ഞതും അമലിൻ്റെ ദേഷ്യവും സങ്കടം ഒന്നിച്ചു വന്നു. അവനൊന്നും നോക്കാതെ അവിടെ നിന്നും പോയി. ഇല്ല യാച്ചു, വൈകി എങ്ങനെങ്കിലും ഞാൻ ഒഴിവാക്കും. നമ്മുടെ ലൈഫിൽ അവളൊരു ബുദ്ധിമുട്ടായി വരാൻ പാടില്ല. ഈ ഭൂമിയിൽ തന്നെ അവളുണ്ടെങ്കിൽ നമുക്ക് സമാധാനം ഉണ്ടാകില്ല. അവളെ ഒതുക്കാൻ എനിക്കറിയാം. അമൽ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. എത്രയും പെട്ടെന്ന് തന്നെ യാഷിന് വൈക്കും ഒരു ജീവിതം കിട്ടണം. അതിന് തടസ്സമായി നിൽക്കുന്ന അമലിനെ എങ്ങനെയെങ്കിലും അവരുടെ ഇടയിൽ നിന്നും മാറ്റണം. മനസ്സിൽ ഓർത്തുകൊണ്ട് ഋഷി ഫോണെടുത്ത് ആരെയോ വിളിച്ചു. പിന്നെ ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് മയക്കത്തിലേക്ക് പോയി. ഈശ്വര, ഇനി അവളെന്നെ തെറ്റിദ്ധരിച്ച് കാണുമോ? വൈകിയുടെ മുറിക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്വയം പറയുകയാണ് യാഷ്. യാഷിനെയും അമലിനെയും അങ്ങനെ കണ്ടതിൽ മനസ്സിന് എന്തോ താങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു വൈകിക്ക്. അതിനാൽ തന്നെ അവളൊരു പിള്ളയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. വൈക കുറച്ച് ധൈര്യമെല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് യാഷ് അവളുടെ അടുത്ത് വന്നിരുന്നു. തലയിൽ പതിയെ തഴുകിക്കൊണ്ട് അവൻ അവളെ വിളിച്ചു. യാഷിൻ്റെ വിളി വന്നതും വൈക കണ്ണെല്ലാം തുടച്ച് എണീറ്റിരുന്നു. അവനെ നോക്കി. വൈക, താൻ കരഞ്ഞു? യാഷ് മുഖം ചുളിച്ച് ചോദിച്ചു. അവൻ്റെ ചോദ്യത്തിന് അവളില്ലെന്ന് തലയാട്ടി. മുഖത്ത് നോക്കി കള്ളം പറയുന്നു. ഒന്നുമില്ല യാഷേട്ടാ. ആ പറഞ്ഞ കള്ളമാണെന്നറിയാം. ഞാൻ ഇനി ചോദിക്കുന്നില്ല. നിനക്കെന്നോട് പറയണമെന്ന് തോന്നുമ്പോൾ പറയാം. യാഷ് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും വൈക അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. യാഷ് പുരികം പൊക്കി എന്തെന്ന് ചോദിച്ചു. യാഷേട്ടാ. എന്താ, നിനക്കെന്നോട് പറയണമെന്ന് തോന്നുന്നുണ്ടോ? യാഷ് വൈകയിൽ ഇരുന്നു കൊണ്ട് ചോദിച്ചതും വൈക ചെറുതായി ഒന്ന് ചിരിച്ചു. അത് എപ്പോഴും ഞാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു തരേണ്ടേ? വൈകിയുടെ ചോദ്യം കേട്ടതും യാഷ് നന്നായി ഒന്ന് ഞെട്ടിയിരുന്നു. അവളെ നോക്കിയതും അവൾ തല കുമ്പിട്ടിരുന്നു. എന്തായാലും ഒരു വർഷമെങ്കിലും എടുക്കും. പെട്ടെന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ ശല്യമായി വരില്ല യാഷേട്ട. നിങ്ങളെപ്പോഴും സന്തോഷത്തോടെ കഴിഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാനല്ല അധികപ്പറ്റായി വന്നത്. വൈകി ചിരിയോടെ പറഞ്ഞതും യാഷ് അവളിൽ നിന്ന് നോട്ടം മാറ്റി. വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇപ്പം ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട, കിടന്നു. പിന്നെ നാളെ താനും എൻ്റെ കൂടെ ഓഫീസിലേക്ക് വരണം. ഞാനെന്തിനാ വരുന്നത്? എൻ്റെ കമ്പനി താൻ കണ്ടിട്ടില്ലല്ലോ. പിന്നെ താനിവിടെ ഒറ്റയ്ക്കിരിക്കുമല്ലേ? യാഷ് ചിരിയോടെ പറഞ്ഞതും അവൾ അതിന് തലയാട്ടി. യാഷ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. യാഷ് മുറിയുടെ പുറത്തിറങ്ങിയതും വൈക മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു. എന്തിനാ ദേവി എന്നെങ്ങനെ പരീക്ഷിക്കുന്നത്? ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അറിയാതെ ഇഷ്ടപ്പെട്ടു പോയി ഞാൻ. യാഷേട്ടൻ എൻ്റെ ഭർത്താവല്ലേ? അദ്ദേഹത്തെ മറ്റൊരാളുമായി കാണാൻ പറ്റുന്നില്ല. എൻ്റെ അല്ലേ? വൈകി പിള്ളയും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവളോട് തന്നെ പറഞ്ഞു. അവളുടെ മനസ്സിലേക്ക് യാഷ് അത്രയേറെ ആയത്തിൽ പതിഞ്ഞു പോയിരുന്നു. എല്ലാവരും എന്നെ തോൽപ്പിക്കുക. ഇപ്പോൾ വൈക നീയും. ഒത്തിരി ഇഷ്ടമായിരുന്നില്ല പെണ്ണ് നിന്നെ. പക്ഷെ എൻ്റെ അടുത്തുനിന്നും ഒരു മോചനം നീ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. നിൻ്റെ ആവശ്യം പെട്ടെന്നൊരു മോചനം വേണമെന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. യാഷ് പേടിയിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി മനസ്സിലോർത്തു. ആ സമയം അവൻ്റെ കണ്ണീർ ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങി. ആ രാത്രി രണ്ടുപേരെയും ഉറക്കം കഴിഞ്ഞില്ല. പല ആലോചനകളുടെയും ഇരുവരും മിഴികൾ നിറച്ചുകൊണ്ടിരുന്നു. എന്തായി? ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഞാൻ നോക്കട്ടെ. എന്തായാലും താങ്ക്സ് ഡാ. താങ്ക്സ് ഒക്കെ എന്തിനാ മച്ചു? നീ ഒരു ആവശ്യം പറഞ്ഞാൽ എനിക്ക് ചെയ്തു തരാനിരിക്കാൻ പറ്റുമോ? എന്നാൽ ശരിടാ, ഇനിയും ചിലപ്പോൾ നിൻ്റെ സഹായം വേണ്ടി വരും. ഞാൻ വിളിക്കാം. ഓക്കേടാ, എന്തിനും ഞാനുണ്ടാകും. ഓക്കെ, താങ്ക്സ് ഡാ. ഇരുവശത്തു നിന്ന് കോൾ കട്ടായതും ഋഷി വാട്സപ്പ് ഓണാക്കി അതിലെ ഫോട്ടോ അമലിൻ്റെ വാട്സപ്പിൽ അയച്ചു. എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ്. സോറി അമൽ, എനിക്കിതല്ലാതെ വേറെ വഴിയില്ല. ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും അറിയില്ല. ഇത് വിജയിച്ചാൽ
എല്ലാവരും സന്തോഷത്തിൽ കഴിയും. മറിച്ചാണെങ്കിൽ ഐ ഡോണ്ട് നോ ബട്ട് ഗസ് ടെൽ മീ ഇറ്റ്സ് ഫോർ ദി ബെസ്റ്റ്. ഋഷി സ്വയം തന്നോട് തന്നെ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. രാവിലെ എല്ലാ പണിയും റെഡിയാക്കി ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് യാഷിൻ്റെ ഒപ്പം പോകാൻ റെഡിയായി. ഹാളിൽ യാഷിനെയും കാത്തിരിക്കുകയായിരുന്നു വൈഗ. അപ്പോഴാണ് യാഷ് ഒരു പൊതിയും കൊണ്ട് വൈഗയുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. ആ സമയം ഹാളിലിരിക്കുന്ന വൈഗയെ കണ്ടതും യാഷ് അവളുടെ അടുത്തേക്ക് കാലുകൾ ചലിപ്പിച്ചു. കയ്യിലുള്ള പൊതി അവൻ വൈഗയ്ക്ക് നേരെ നീട്ടി. അവൾ എന്തെന്ന ഭാവത്തിൽ അവനെ നോക്കി. ഇതൊരു ഡ്രസ്സാണ്, നിനക്ക് ഇഷ്ടമായെങ്കിൽ പോയി ഇതിട്ടിട്ട് വാ, ഇഷ്ടമെങ്കിൽ മാത്രം. യാഷ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. വൈഗ കയ്യിലുള്ള കവറിനെയും യാഷിനെയും മാറി മാറി നോക്കിയിട്ട് അവളും മുറിയിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞതും യാഷ് വൈഗയെ നോക്കി ഹാളിലിരുന്നു. ഡോർ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൻ്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ചലിപ്പിച്ചു. അവിടെ കണ്ട കാഴ്ചയിൽ അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ സമ്മാനിച്ച വെള്ളയും ചുവപ്പും ചേർന്ന ഫ്രോക്കിൽ അവൾ അതീവ സുന്ദരിയായി അവന് തോന്നി. നാണത്തോടെ മുഖം കുനിച്ചു നിൽക്കുന്ന വൈഗയെ അവനൊരു നിമിഷം സ്വയം മറന്ന് നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ വൈഗയുടെ അരികിലേക്ക് നടന്നു. പോകാം, അവൻ പറഞ്ഞതും അവൾ നാണത്തോടെ തലയാട്ടി. എന്തുകൊണ്ടോ വൈഗയ്ക്ക് യാഷിനെ നോക്കാൻ ചമ്മൽ തോന്നി. ആദ്യമായിട്ടാണ് അവൾ ഫ്രോക്ക് ധരിക്കുന്നത്. യാഷ് ധരിച്ചിരുന്നതും ഒരു ചുവപ്പ് ഷർട്ടായിരുന്നു. വൈഗയുടെ കൈയും പിടിച്ച് നടക്കുമ്പോൾ അവൻ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. കാറിലിരിക്കുമ്പോൾ അറിയാതെ പോലും യാഷിനെ നോക്കിയിരുന്നില്ല. അവൾക്ക് അവനെ നോക്കാൻ നന്നായി ചമ്മൽ തോന്നി. എന്നാൽ യാഷിൻ്റെ കണ്ണുകൾ വൈഗ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്നു. വൈഗ തല താഴ്ത്തിക്കൊണ്ട് തന്നെ അവൾ മൂളി. അത് കാണി യാഷിന് നന്നായി ചിരി വരുന്നുണ്ടായിരുന്നു. ഞാനെന്താ പെണ്ണെ വല്ല കൊള്ളക്കാരനും മറ്റോ ആണോ? യാഷ് ചിരിയോട് ചോദിച്ചു. അതെന്താ യാഷിട്ട് അങ്ങനെ ചോദിച്ച്? പിന്നെ നിന്റെ ഇരിപ്പും ഭാവവും കണ്ടാൽ പിന്നെ എങ്ങനെ ചോദിക്കണ്ടേ? എന്നോട് മിണ്ടാത്തത് പോട്ടെ, എന്നൊന്നും നോക്കുന്ന പോലും ചെയ്യുന്നില്ലല്ലോ. അതൊക്കെ പോട്ടെ, ഈ ഡ്രസ്സ് ഇഷ്ടമായോ? പക്ഷേ ഇത് ചെറിയ കുട്ടികളുടെ ഉടുപ്പല്ലേ? യാഷേട്ടന് അറിയില്ലേ ഞാൻ വലിയ കുട്ടിയായെന്ന്? ഇത് മുട്ടിൻ്റെ അത്രേ ഉള്ളൂ. ഇനി വാങ്ങുമ്പോൾ കുറച്ച് വലുത് വാങ്ങണം. വൈഗ യാഷിനെ നോക്കി ചുണ്ടു കുറിപ്പിച്ച് പറഞ്ഞു. ഡി ബുദ്ധൂസേ, നീ ഇത് ഏത് കാലത്താണ് ജീവിക്കുന്നേ? ഇത് ചെറിയ കുട്ടിക്കുപ്പായമൊന്നുമല്ല, വലിയ പെണ്ണുങ്ങൾ ഇടുന്നത് തന്നെയാ. അവൻ അവളുടെ തലയിലൊന്ന് കുട്ടിക്കൊണ്ട് പറഞ്ഞു. വൈഗ അവനെ നോക്കി ചുണ്ട് കൂർപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. യാഷ് ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു. ഓഫീസിൽ അവൻ മൂട്ടിൽ തീ വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഒരു മെസ്സേജ് വന്നിരുന്നു. ആദ്യം അതൊന്നും മൈൻഡ് ചെയ്തില്ലെങ്കിലും ഒരു ഉൾപ്രേരണയിൽ ആ മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കി. അതിൽ കണ്ട കാഴ്ച അവനെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചത്.